നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരുന്ന അതേ വിഷയത്തിലേക്ക് തന്നെ വീണ്ടും മടങ്ങിപ്പോകുവാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഏത് വാക്യാണ് ചിന്തിച്ചുകൊണ്ടിരുന്നേ? കൊലോഷ്യൻസ് 3. Turn with me to Colossians chapter 3, verse 1 to 4. മതി. അപ്പോസ്തലനായ പൗലോസ് അവിടെ ഓർപ്പിക്കുന്നു, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പ്രെമിസിസ് എന്ന് പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെയാണ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിന് ചില വ്യത്യാസങ്ങൾ സംഭവിക്കണം. നമുക്ക് ഒരു ഹെവൻലി മൈൻഡ് സെറ്റ് ഉണ്ടാകണം. സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകണം. അങ്ങനെ ഈ ഹെവൻലി മൈൻഡ് സെറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യണമെന്ന് വരികിൽ അപ്പോസ്തലനായ പൗലോസ് ആദ്യം തന്നെ ഓർപ്പിക്കുന്നു, ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ സ്ഥാനത്തെ കേന്ദ്രീകരിച്ച് ഒരു സ്വർഗീയ ചിന്താഗതി നാം വികസിപ്പിച്ചെടുക്കണം. എ ഫോക്കസ് ഓൺ അവർ റിസറക്റ്റഡ് പൊസിഷൻ. ഇപ്പം സ്വർഗീയ ചിന്താഗതി നമുക്കുണ്ടാകണമെന്ന് വരികിൽ നമ്മുടെ പൊസിഷൻ എന്താണെന്ന് നാം അറിയണം. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നാം ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുക. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റവരാണ് നാം എന്ന ചിന്ത നമുക്കുണ്ടാകണം. 2, അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഈ സ്വർഗീയ ചിന്താഗതി ഉണ്ടാകണമെന്ന് വരികിൽ ഇറ്റ് ഈസ് ഡെവലപ്ഡ് by a life of continual discipline. തുടർമാനമായുള്ള അച്ചടക്കത്തോടു കൂടിയുള്ള ഒരു ജീവിതം കൊണ്ട് മാത്രമേ ഒരു സ്വർഗീയ ചിന്താഗതി നമുക്കുണ്ടാകത്തുള്ളൂ. 3, അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഒരു സ്വർഗീയ ചിന്താഗതി ഉണ്ടാകണമെന്ന് വരികിൽ ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ എ ഫോക്കസ് ഓൺ അവർ ക്രൂസിഫൈഡ് പൊസിഷൻ. സ്വർഗത്തിൽ നമ്മെ ഇരുത്തിയ പൊസിഷനെ കുറിച്ച് നമുക്കറിയാം. എന്നാൽ പൗലോസ് പറയുന്നു, നമ്മുടെ ക്രൂസിഫൈഡ് പൊസിഷൻ, അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പൗലോസ് അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെന്ന് വരികിൽ, ഉയരത്തിലുള്ളത് ചിന്തിക്കണമെന്ന് വരികിൽ നാം യേശു ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടവരാണ് എന്നൊരു ചിന്ത നമുക്കുണ്ടാകണം. നമ്മൾ കഴിഞ്ഞ ആഴ്ച അതാ കണ്ടത്. വേദപുസ്തകം 3 രീതിയിൽ മരിച്ചവരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവിടെ പറഞ്ഞാൽ നിർത്തിയത്, ദ ബിലീവേഴ്സ് ആർ ഡൈ ടു സിൻ. പാപത്തിന് നാം മരിച്ചവരാ. 2, നാം കണ്ടു, വി ആർ ഡൈഡ് ടു സെൽഫ്. സ്വയത്തിന് നാം മരിച്ചവരാ. 3, നാം കണ്ടു, വി ആർ ഡൈഡ് ടു ദിസ് വേൾഡ്. അവിടെ പറയാൻ നാം കഴിഞ്ഞ ആഴ്ച നിർത്തിയത്. ഇപ്പം അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ ഗലാത്യ ലേഖനം 6-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം, Galatians chapter 6 verse 14. പൗലോസ് പറയുന്നു, എനിക്ക് പ്രശംസിപ്പാനുള്ളത് എവിടെയാ? എൻ്റെ ബിസിനസ് ആണോ? അല്ല. എൻ്റെ കുഞ്ഞുങ്ങളാണോ? അല്ല. എൻ്റെ ജോലിയാണോ? അല്ല. എൻ്റെ സ്ഥാനമാണോ? അല്ല. എനിക്ക് പ്രശംസിപ്പാനുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഇടവരരുത്. അടുത്ത പദം, അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പൗലോസ് പറയുന്നു, ഞാൻ ലോകത്തിന് മരിച്ചിരിക്കുകയാണ്. ഞാൻ ലോകത്തിന് മരിച്ചു ഇരിക്കുന്നു എന്ന് വരികിൽ, then my passion is to honor him only. എൻ്റെ പാഷൻ, എൻ്റെ ഡിസയർ എന്ന് പറയുന്നത് പിന്നെ ലോകത്തിനുള്ളതല്ല. കാരണം ഞാൻ ലോകത്തിന് മരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു അതുകൊണ്ടാണ് അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത്, ഡു നോട്ട് ലവ് ദ വേൾഡ്. ലോകത്തെ സ്നേഹിക്കരുത്, ലോകത്തിലുള്ള ഒന്നിനെയും സ്നേഹിക്കരുത്. ലോകസ്നേഹം ദൈവത്തിന് വിപരീതമാണ്. അങ്ങനെയാണെന്ന് വരികിൽ നാം ലോകത്തെ സ്നേഹിപ്പാനല്ല വിളിക്കപ്പെട്ടിരിക്കുന്നത്. കാരണം ഞാൻ
യേശുവിൻ്റെ ക്രൂശിലാണ് പ്രശംസിക്കുന്നത്. യേശുവിൻ്റെ ക്രൂശിൽ പ്രശംസിക്കുന്ന ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ നമ്മെ ഓർപ്പിക്കുകയാണ്. വാട്ട് ഡസ് ദിസ് ക്രൂസിഫൈഡ് ലൈഫ് ലുക്ക് ലൈക്ക്? അല്ലേ, ഈ ഞാൻ യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ, ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടു, ഞാൻ പാപത്തിന് ക്രൂശിക്കപ്പെട്ടു, ഞാൻ പാപത്തിന് മരിച്ചു, ലോകത്തിന് മരിച്ചു, എൻ്റെ സ്വയത്തിന് മരിച്ചു എന്നൊക്കെ പറയുമ്പം വാട്ട് ഡസ് ദാറ്റ് മീൻ? എന്താ അതിൻ്റെ അർത്ഥം? ദ ക്രൂസിഫൈഡ് ലൈഫ് സേസ് ലൈഫ് ഈസ് നോട്ട് അബൌട്ട് മീ. My life is not bound any longer to sin or any longer to the desires of the world. ഈ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് പൗലോസ് ഫിലിപ്പിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ട്. എന്തോ അത്? ഫിലിപ്പിയ ലേഖനം 1-ന്റെ 20 21? For me to live is Christ, അല്ലേ, ആൻഡ് ഡൈ ഈസ് ഗെയിൻ. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ക്രൂശിക്കപ്പെട്ടവനെ കുറിച്ച് ആരാ ക്രൂശിക്കപ്പെട്ടവൻ? സ്വയത്തിന് ക്രൂശിക്കപ്പെട്ടവൻ, സ്വയത്തിന് മരിച്ചവൻ, പാപത്തിന് മരിച്ചവൻ, ലോകത്തിന് മരിച്ചവൻ ആരാണെന്ന് ചോദിച്ചാൽ പൗലോസ് പറയുന്ന ഒറ്റ മറുപടി, ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് പറവാൻ സാധിക്കത്തുള്ളൂ. ഇപ്പം ഇവിടെ ഒരു ഡെഡ് ബോഡി ഇവിടെ കിടത്തിയിരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആ ഡെഡ് ബോഡിയുടെ മുമ്പിൽ വന്നേച്ച് കുറേ നേരം അങ്ങ് പള്ളു പറഞ്ഞു ഡെഡ് ബോഡിയെ. ഡെഡ് ബോഡി എന്നാ ചെയ്യും? എന്തോ ഒന്നും ചെയ്യത്തില്ല. അതിനാ ചത്തുപോയി. പൗലോസ് പറഞ്ഞ ഇതാ, ഞാൻ ക്രൂശിക്കപ്പെട്ടെന്ന് പറഞ്ഞ, ഞാൻ മരിച്ചെന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്തുവാ? ഐ വിൽ നോട്ട് ബി ഒഫൻഡഡ് ബൈ എനി ഓഫ് ദീസ് തിങ്സ്. അല്ലേ? ഇപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒഫൻഡഡ് ആകുമ്പോൾ എപ്പോഴാണ് എന്താ സംഭവിക്കുന്നത്? പറഞ്ഞു, മറ്റവൻ ഇങ്ങനെ സ്ട്രോങ് ആയി നിൽക്കുക അല്ലേ? അവൻ സ്ട്രോങ് ആയി നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഒഫൻസസ് ഒക്കെ ഉണ്ടാകുന്നത്, അല്ലേ? നമ്മൾ ഒഫൻഡഡ് ആകുന്നത്. ഇപ്പം ദൈവസഭ എന്ന് പറയുന്നത് ആരാന്നറിയാവോ? ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ദൈവസഭ. ഇപ്പം ദൈവസഭ എന്ന് പറയുന്നത് ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ദൈവസഭ. ദൈവസഭ എന്ന് പറഞ്ഞ മരിച്ചവരുടെ ഒരു ഗ്രൂപ്പാണ്. ഏതിനാ മരിച്ചത്? പാപത്തിന് മരിച്ചവരുടെ ഒരു ഗ്രൂപ്പാണ്. ദൈവസഭ എന്ന് പറയുന്നത് സ്വയത്തിന് മരിച്ച ഒരു ഗ്രൂപ്പാണ്. ദൈവസഭ എന്ന് പറയുന്നത് ലോകത്തിന് മരിച്ച ഒരു ഗ്രൂപ്പാണ്. അതുകൊണ്ട് ഈ ഡെഡ് മെൻ ഡോണ്ട് ഗെറ്റ് ഒഫൻഡഡ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു ഈസ് ലിവിങ് എ ക്രൂസിഫൈഡ് ലൈഫ് വിൽ നോട്ട് കൺസ്യൂം വിത്ത് എനി ഓഫ് ദ മാറ്റേഴ്സ് ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിലുള്ളതൊന്നും എന്നെ സ്വാധീനിക്കത്തില്ല. പ്രസംഗിക്കാൻ എളുപ്പമല്ലേ? പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരുമ്പോഴോ? എന്നാൽ ഇന്ന് രാവിലെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു ഹെവൻലി മൈൻഡ് സെറ്റ് നമുക്കുണ്ടാകണമെന്ന് വരികിൽ നമ്മുടെ ക്രൂസിഫൈഡ് പൊസിഷനെ കുറിച്ച് നാം ബോധവാന്മാരാകണം. നാം ഒരു പ്രയാസമുണ്ടാകുമ്പോൾ എൻ്റെ മനസ്സിൽ അയ്യോ ആ സഹോദരൻ എന്നോട് അങ്ങനെ പെരുമാറി എന്നൊരു ചിന്ത വരുമ്പം പെട്ടെന്ന് ഓടിപ്പോയി കൊലോസ്യ ലേഖനം 3-ാമത്തെ അധ്യായം എടുത്തങ്ങ് വായിക്കണം. ഞാൻ പറഞ്ഞത് ഈ നമ്മൾ സ്നാനപ്പെട്ടപ്പോഴും അതാ പറഞ്ഞ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു. ഇപ്പം ഞാൻ മരിച്ചു എന്നുള്ള ബോധ്യമുണ്ടെന്ന് വരികിൽ ഇതുപോലുള്ള ഒരു കാര്യവും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ല. ശരിക്കും ഒരു ദൈവസഭ മരിച്ചു എന്ന് ബോധ്യമുള്ള ഒരു ദൈവസഭ ഒരുമിച്ച് നിന്നാൽ അതിനെ വെല്ലാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധിക്കത്തില്ല. കാരണം എന്നറിയാവോ? ഐ നോ മൈ ക്രൂസിഫൈഡ് പൊസിഷൻ. എൻ്റെ ക്രൂസിഫൈഡ് പൊസിഷൻ എനിക്കറിയാം എന്ന് വരികിൽ നത്തിങ് വിൽ ഒഫൻഡ് മീ. എന്നെ ഒന്നും ഒഫൻഡ് ചെയ്യത്തില്ല.
ഇത് ഞാൻ ഈ പറയുന്നത് എന്നെക്കുറിച്ചല്ല. ഞാൻ ഈ പറയുന്നത് ഒരു ക്രൂസിഫൈഡ് പൊസിഷനെ കുറിച്ച് ശരിയായ ബോധ്യമുള്ള ഒരു വ്യക്തിയെ നത്തിങ് ഇൻ ദിസ് വേൾഡ് വിൽ ഒഫൻഡ് ദം. എൻ്റെ കർത്താവിൻ്റെ മുഖത്ത് അവർ കാർക്കിച്ചു തുപ്പിയപ്പം കർത്താവിന് ഉറപ്പായിട്ടും ഒരു വാക്കു പറഞ്ഞാൽ ആ കാർക്കിച്ചു തുപ്പിയന്മാരെല്ലാം താഴെ കിടക്കും. പക്ഷേ എൻ്റെ കർത്താവ് അത് ചെയ്തില്ല. ഐ ബീൻ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. ഞാൻ കർത്താവിനോടുകൂടിയാണ് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടപ്പം അടുത്ത പദം പൗലോസ് പറയുന്നത് നോക്കിക്കേ. ആ 3-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. നിങ്ങൾ മരിച്ചു. അടുത്ത പദം നോക്കിക്കേ. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഇപ്പം നമുക്കൊരു സ്വർഗീയ ചിന്താഗതി ഉണ്ടാകണം എന്ന് വരികിൽ, ഒരു ഹെവൻലി മൈൻഡ് സെറ്റ് ഉണ്ടാകണം എന്ന് വരികിൽ, it will be developed by a focus on our hidden life in Christ. സ്വർഗീയ ചിന്താഗതി നമുക്കുണ്ടാകണമെന്ന് വരികിൽ ക്രിസ്തുവിനോടുകൂടെ നാം ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ് എന്നൊരു ഓർമ്മ നമുക്ക് വേണം. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഫോർ യു ഡൈഡ് ആൻഡ് യുവർ ലൈഫ് ഈസ് നൗ ഹിഡൻ വിത്ത് ക്രൈസ്റ്റ് ഇൻ ഗോഡ്. അവിടെ വി ആർ നോ ലോങ്ങർ എക്സ്പോസ്ഡ് ടു ദ വേൾഡ് ബട്ട് വി ആർ ഹിഡൻ ഇൻ ഗോഡ്. അവിടെ പറയുന്നത് എന്നറിയാവോ? നാം ദൈവത്തിൽ മറഞ്ഞിരിക്കുക എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ വി ആർ ഹിഡൻ ഇൻ ക്രൈസ്റ്റ്, വി ആർ ഹിഡൻ വിത്ത് ക്രൈസ്റ്റ് ഇൻ ഗോഡ് എന്ന് പറഞ്ഞാൽ others will only see whom? God. അല്ലേ? ഞാൻ ദൈവത്തിൽ അങ്ങ് മറഞ്ഞിരിക്കുന്നു, ഞാൻ ദൈവത്തിൽ ഹിഡൻ ആണെന്ന് വരികിൽ പിന്നെ മറ്റുള്ളവർ കാണുന്ന ആരെയാ? ക്രിസ്തുവിനെയാ കാണുന്നത്. അവിടെ ക്രിസ്തുവിനെ മറ്റുള്ളവർ കാണുമ്പോൾ, ഞാൻ ദൈവത്തിൽ മറഞ്ഞിരിക്കുമ്പോൾ 2 കാര്യമാണ് അത് പറയുന്നത്. ഒന്ന്, it speaks about a divine protection in my life. ഞാൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ് എന്ന് വരികിൽ പിന്നെ എന്നെ എതിർക്കാൻ വരുന്നവർ എന്താ കാണുന്നത്? ക്രിസ്തുവിനെയാ കാണുന്നത്. ഇപ്പം ഞാൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണെന്ന് വരികിൽ, അതുകൊണ്ട് പ്രവാചകൻ പറയുന്നത് ഞാൻ അവൻ്റെ ഉള്ളം കയ്യിലിരിക്കുക എന്ന് പറയുന്നത്. ഞാൻ അവൻ്റെ ഉള്ളം കയ്യിലിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? അവൻ്റെ ഉള്ളം കയ്യിൽ നിന്നും എന്നെ പിടിച്ചെടുക്കണം എന്ന് വരികിൽ അവനേക്കാൾ വലുതൊന്ന് വന്നെങ്കിലേ എന്നെ എടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പോകുമ്പം എന്തെങ്കിലും ഒരു പേടി വരുമ്പം കുഞ്ഞുങ്ങൾ എന്താ ചെയ്യുന്നേ? നമ്മളെ അങ്ങ് കെട്ടിപ്പിടിക്കും. നമ്മൾ എന്ത് ചെയ്യും? അവരെ അങ്ങ് എടുക്കും. എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഇനിയും ആ പട്ടിക്ക് എന്നെ തൊടണമെന്ന് വരികിൽ എൻ്റെ അപ്പൻ അനുവദിക്കണം, അല്ലേ? ഇതാ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്, ഞാൻ ക്രിസ്തുവിൽ ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 27 മുതൽ 29 വരെ. യോഹന്നാൻ 10:27 മുതൽ 29 വരെ. യെസ്. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കത്തില്ല. നോ വൺ ക്യാൻ സ്നാച്ച് ദം ഔട്ട് ഓഫ് മൈ ഫാദേഴ്സ് ഹാൻഡ് എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആടിനെ കുറിച്ച് കർത്താവ് പറയുന്നു, അവർ എൻ്റെ ശബ്ദം കേൾക്കും. മൈ ഷീപ്പ് ലിസൺ ടു മൈ വോയിസ്, ഐ നോ ദം, എനിക്കവരെ അറിയാം, അവരെന്നെ അറിയുന്നു, ഞാൻ അവരെ അറിയുന്നു. എന്നിട്ടാ പറയുന്നത്, ആർക്കും അവരെ എൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുവാൻ സാധിക്കത്തില്ല. അങ്ങനെയാണെന്ന് വരികിൽ, when we say that we are hidden with Christ in God, നാം ക്രിസ്തുവിൽ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? എനിക്ക് ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനാണ്. സങ്കീർത്തനം 91 പറയുന്നു, അത്യുന്നതിൻ്റെ മറവിൽ
വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. സങ്കീർത്തനക്കാരൻ പറയുന്നത്, അവൻ്റെ നിഴലിൻ്റെ കീഴിൽ പാർത്താൽ എന്നെ തൊടാൻ ആർക്കും സാധിക്കത്തില്ല. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, അത്യുന്നതൻ്റെ നിഴലിൻ്റെ കീഴിൽ താമസിച്ചാൽ എന്നെ ആർക്കും ഒന്നും തൊടാൻ പറ്റത്തില്ലെന്ന് വരികിൽ, പൗലോസ് ഇവിടെ പറയുന്നു, ക്രിസ്തുവിനോട് കൂടെ നാം ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണെന്ന് വരികിൽ എന്നെ തൊടുവാൻ ലോകത്തിൽ ആർക്കും സാധിക്കത്തില്ല. ഒരു ബാധയ്ക്കോ എന്നെ തൊടാൻ പറ്റത്തില്ല. പലപ്പോഴും നമ്മൾ പറയും, ശത്രു അങ്ങ് പോരാടി അങ്ങ് പുറകെ നടക്കുക. ശത്രു ഏത് പുറകെ നടന്നാലും ഞാൻ ഇരിക്കുന്നത് എവിടാന്ന് ഞാൻ അറിയണം. ഞാൻ ഇരിക്കുന്നത് അവൻ്റെ ഉള്ളം കയ്യിലാണെന്ന് വരികിൽ, അവനിൽ ഞാൻ മറഞ്ഞിരിക്കുകയാണെന്ന് വരികിൽ, ദൈവം അനുവദിക്കാതെ ഒരു ശത്രുവിനും എന്നെ തൊടുവാൻ സാധിക്കത്തില്ലെന്ന് ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അതുകൊണ്ട് ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പൗലോസ് പറയുവാൻ കാരണമല്ല. പലപ്പോഴും ഈ പോരാട്ടം എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പോരാട്ടമുള്ളത് അതൊക്കെ അവിടെ നടന്നോളും. പക്ഷെ ഏതൊക്കെ പോരാട്ടമുണ്ടെന്ന് വരികിലും, ആരൊക്കെ എനിക്കെതിരെ അന്യായം പറഞ്ഞാലും, ആരൊക്കെ എനിക്കെതിരെ എന്തെല്ലാം പ്രവർത്തിച്ചാലും, ഒരു കാര്യം ഞാൻ തിരിച്ചറിയണം, ഞാൻ അവൻ്റെ ഉള്ളം കയ്യിൽ ഇരിക്കുകയാൽ എന്നെ തൊടുവാൻ ലോകത്തിലെ ഒരു ശക്തിയെയും അവൻ അനുവദിക്കത്തില്ലെന്നുള്ള തിരിച്ചറിവ് ദൈവജനത്തിനുണ്ടാകണം. I am in his hand. ഞാൻ അവൻ്റെ കയ്യില്ല. പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, ദൈവത്തിൽ ഞാൻ മറഞ്ഞിരിക്കുകയാണ്. ദാറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് പ്രൊട്ടക്ഷൻ. ഐ നീഡ് ടു മൂവ് ഫോർവേഡ്. നമ്പർ 2, ദാറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ഐഡൻറ്റിറ്റി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പം ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ്. ഞാൻ ദൈവത്തിൽ മറഞ്ഞിരുന്നാൽ മറ്റുള്ളവർ വരുമ്പം അവർ കാണുന്നത് PC ജേക്കബിനെയല്ല കാണുന്നത്, അവർ കാണുന്നത് കർത്താവിനെ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എൻ്റെ ഐഡൻറ്റിറ്റി അങ്ങ് മാറുകയാണ്. യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് മാറി മാറി യേശുവിനെ ഇവരെ ഇങ്ങനെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ യേശുവിൻ്റെ പുറകെ ചെല്ലുന്നുണ്ട്. നമുക്കറിയാം, പത്രോസ് കുറച്ച് മാറി അകലം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പത്രോസ് അവിടെ തീ കായുന്ന കൂട്ടത്തിൽ ചെന്ന് നിന്നപ്പം അവിടെ നിന്ന് ബാല്യക്കാരത്തി ഒരു കാര്യം പറഞ്ഞു, ഇവനും ആ കൂടെയുള്ളവനാ. കാര്യം എന്നാ? നിന്റെ ഉച്ചാരണം, നിന്റെ പെരുമാറ്റം, നിന്നെ കണ്ടാലും അവനെ പോലെയാ എന്ന് പറഞ്ഞ 3.5 വർഷം കൂടെ നടന്നപ്പം ഓട്ടോമാറ്റിക്കലി ഹി ഐഡൻറ്റിഫൈഡ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ ഗെത്സമനയിൽ യേശു പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഇവരെന്താ ചെയ്ത? മഹാപുരോഹിതന്മാരൊക്കെ എന്താ ചെയ്തേ? മഹാപുരോഹിതന്മാർ പോയി യൂദാസിനെ പിടിച്ചേച്ച് യൂദാസിന് പൈസ കൊടുത്തത് എന്തിനാ? യേശുവിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്, അല്ലേ? യേശുവിനെ ഇവർക്ക് അറിയത്തില്ലായിരുന്നു. യേശു പരസ്യമായി പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ്. യേശു ഇതെല്ലാം ചെയ്യുന്നു. പക്ഷേ ഇവർക്ക് ഒരു കാര്യം അറിയാം, ഇവനെ പകല് പിടിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് രാത്രി പിടിക്കാൻ പോയപ്പം അവർ ചെന്ന് നോക്കുമ്പം കാണുന്നതെന്നറിയാവോ? ഒരു പക്ഷേ അവർ തലേ ദിവസം പോയി നോക്കിക്കാണും. ചെന്ന് നോക്കിയപ്പം 13 യേശു അവിടെ നിൽക്കുന്നേ. ഇവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്ന് പറഞ്ഞ് കൂടെ നടന്ന് അവൻ്റെ തേജസ്സിന്, അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമായി മാറിയ ഒരു ഗ്രൂപ്പാണ് ശിഷ്യന്മാരെന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, കർത്താവിനോട് കൂടെ നടന്നിട്ട് കർത്താവിൻ്റെ രൂപം എനിക്ക് വന്നില്ലെന്ന് വരികിൽ, യേശുവിൻ്റെ ഭാവം എനിക്ക് വന്നില്ലെന്ന് വരികിൽ, യേശുവിൻ്റെ സംസാരം എനിക്ക് വന്നില്ലെന്ന് വരികിൽ, യേശുവിൻ്റെ ഹൃദയം എനിക്ക് വന്നില്ലെന്ന് വരികിൽ, ഇന്ന് രാവിലെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കണം. അവിടെ പറയുന്നു, when we become hidden in Christ, our identity will change. മറ്റുള്ളവർ ചോദിക്കും, why are you different? നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ why are you different എന്ന്? നമ്മുടെ ജോലി സ്ഥലത്ത് ചോദിച്ചിട്ടില്ലെന്ന് വരികിൽ നമുക്കെന്തോ കുഴപ്പമുണ്ട്. മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ
ഹീ ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ് എന്ന് പറയാൻ സാധിക്കണം. കാരണം എന്നാണെന്നറിയാവോ, ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അത് പറയുന്നുണ്ട്, ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക എന്ന ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഇഫ് വി ആർ ഹിഡൻ ഇൻ ക്രൈസ്റ്റ്, മറ്റുള്ളവർ കാണുന്നത് യേശു ക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണം ഇടയാകണം. അതുകൊണ്ടല്ലേ ക്രിസ്ത്യൻസ് എന്ന് പേര് വന്നത്. ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മിനി ക്രൈസ്റ്റ്. നമ്മൾ മിനി ക്രൈസ്റ്റ് ആണോ? രണ്ട് വാക്കായിട്ട് മാറ്റി നിർത്തിയാൽ വലിയ കുഴപ്പമില്ലല്ലേ. ക്രൈസ്റ്റ് അങ്ങ് മാറ്റിയാൽ വലിയ കുഴപ്പമില്ല, മിനി ആയിട്ട് അങ്ങ് പോവും. പക്ഷേ ഇന്ന് പകലിൽ ദൈവം ആഗ്രഹിക്കുന്നത് വി വാണ്ടഡ് ടു ബി മിനി ക്രൈസ്റ്റ്. കാണുന്ന ഇടങ്ങളിൽ മറ്റുള്ളവർ നമ്മെ കാണുമ്പം അവർ പറയണം ഇവർ ക്രിസ്തുവിനോട് കൂടെയുള്ളവനാണെന്ന്. നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് മലയാളി പെൻഡക്കോസ്റ്റ് എന്നല്ല നമ്മുടെ ഐഡൻറ്റിറ്റി. നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എൻ്റെ ഐഡൻറ്റിറ്റി ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ ഐഡൻറ്റിറ്റി ജീസസ് ക്രൈസ്റ്റ് ആണെന്ന് വരികിൽ നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ട്, യേശുവെ പോലെയാകുവാൻ, അല്ലേ? ആ പാട്ടങ്ങനെ, യേശുവെ പോലെ, യേശുവിൻ വാക്ക് കേൾക്കുവാൻ, യേശുവെ പോലെ ജീവിപ്പാൻ നമ്മെ അനുഗ്രഹിക്കണം, അല്ലേ? പാട്ടറിയാൻ മെനഞ്ഞിട്ടല്ല ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് പറയാൻ വേണ്ടിയാ. യേശുവെ പോലെ ജീവിക്കുവാൻ എന്ന് പറഞ്ഞാൽ ഒഫൻസ് വന്നപ്പം യേശു റെസ്പോണ്ട് ചെയ്തതുപോലെ, യേശുവിനെ കളിയാക്കിയപ്പം യേശു റെസ്പോണ്ട് ചെയ്തതുപോലെ, യേശുവിൻ്റെ ജീവിതത്തിൽ വീഴ്ചകൾ പരാജയങ്ങളൊക്കെ കണ്ടപ്പം യേശു അതിനോട് റെസ്പോണ്ട് ചെയ്തതുപോലെ, വേദനിക്കുന്ന ഒരുവനെ കാണുമ്പോൾ യേശു റെസ്പോണ്ട് ചെയ്തതുപോലെ, വീതിയിൽ ആരും സഹായമില്ലാതെ കിടക്കുന്ന ഒരുവനെ കണ്ടിട്ട് യേശു ചെയ്തതുപോലെ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. ക്രിസ്തീയ ജീവിതം എളുപ്പമല്ല കേട്ടോ. ക്രിസ്തീയ ജീവിതം എളുപ്പമല്ല. പെന്തക്കോസ്ത് ജീവിതമൊക്കെ എളുപ്പമായിരിക്കാം, ക്രിസ്തീയ ജീവിതം എളുപ്പമല്ല. കാരണം എന്നാണെന്നറിയാവോ, നാം ജീവിക്കുന്നത് ക്രിസ്തുവിനെ പോലെയാണ്. അതുകൊണ്ട് നമ്മുടെ ഐഡൻറ്റിറ്റി ക്രിസ്തു ആയതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നമുക്കൊരു ഹെവൻലി മൈൻഡ് സെറ്റ് ഉണ്ടാകണം എന്ന് വരികിൽ we need to have a focus on our hidden life in Christ. അഞ്ചാമത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവിടെ നിർത്തുകയാണ്. A heavenly mindset is developed by a focus on our future in Christ. നമ്മുടെ ഭാവി ക്രിസ്തുവില. അതിൻ്റെ 4-ാമത്തെ വാക്യം, കൊലോസ്യ ലേഖനം 3:4. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നമുക്കൊരു സ്വർഗീയ ചിന്താഗതി ഉണ്ടാകണം എന്ന് വരികിൽ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച്, നമ്മുടെ ഭാവിയെക്കുറിച്ച് നമുക്കൊരു ഉറപ്പുണ്ടാകണം. നമ്മുടെ ഭാവി എന്നറിയാമോ? അവൻ തേജസ്സിൽ വെളിപ്പെടും. അവൻ തേജസ്സിൽ വെളിപ്പെടും എന്നുള്ളത് മാത്രമല്ല എൻ്റെ പ്രത്യാശ, എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്, അവൻ തേജസ്സിൽ വെളിപ്പെടുമ്പോൾ ഞാനും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവിനുണ്ടാകുന്ന തേജസ് എന്നിലേക്കുണ്ടാകും. അതുകൊണ്ടാ പൗലോസ് പറയുന്നത്, നാം ഇങ്ങനെ ദിനംപ്രതി കർത്താവിനോട് കൂടെ ജീവിച്ച് നാം അവനോട് കൂടെ അനുരൂപമായി നാം മാറ്റപ്പെടും. തേജസ്സിന്മേൽ നിന്ന് തേജസ് പ്രാപിച്ച് അവനോട് കൂടെ നാം രൂപാന്തരപ്പെടും. പൗലോസ് പറയുന്നു, നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇന്നെങ്ങനെയാണെന്നുള്ളത് മാത്രമല്ല, ഇനി ഒരു ദിവസം വരുന്നു. ആ ദിവസത്തിൽ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടും. പൗലോസ് പറയുന്ന പദങ്ങളൊക്കെ നോക്കിക്കേ. ക്രിസ്തു വെളിപ്പെടുമെന്നല്ല പറയുന്നത്, എൻ്റെ ജീവനായ, നമ്മളൊക്കെ പണ്ടൊക്കെ അല്ലേ ചിലപ്പോഴൊക്കെ വിളിച്ചിട്ടില്ലേ, ജീവൻ എന്നൊക്കെ വിളിച്ചിട്ടില്ലേ, അതിനേക്കാളും ആ സ്നേഹം കൂട്ടിയ പൗലോസ് പറയുന്നത്, എൻ്റെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്നേഹത്തിൻ്റെ
പൂർത്തീകരണമായ, ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, എൻ്റെ ജീവൻ കൊടുത്ത് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ക്രിസ്തു വെളിപ്പെടുമ്പം, എൻ്റെ ക്രിസ്തു എങ്ങനെയാ വെളിപ്പെടുന്നത്? അവൻ തേജസ്സിൽ വെളിപ്പെടുമ്പം ഞാൻ ഉണങ്ങി വരണ്ട് അങ്ങോട്ട് കയറി നിൽക്കുമെന്നല്ല പറഞ്ഞത്. അവൻ തേജസ്സിൽ വെളിപ്പെടുമ്പം അവനിൽ ഈ പ്രത്യാശയുള്ള എനിക്കും ഞാനും തേജസ്സിൽ അവനോട് കൂടെ വെളിപ്പെടുമെന്ന് അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നത്. പക്ഷെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, വാട്ട് എവർ യു തിങ്ക് അബൌട്ട് യുവർ ഫ്യൂച്ചർ വിൽ അഫക്റ്റ് യുവർ ലൈഫ് ടുഡേ, അല്ലേ? 10 വർഷം കഴിഞ്ഞ് എനിക്ക് എന്താകണം എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പം അതിനനുസരിച്ചാണ് ഇന്ന് നാം പ്രവർത്തിക്കുന്നത്, അല്ലേ? ഇപ്പം 20 വർഷം നമ്മളെയൊക്കെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോഴേ നമ്മൾ അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും, മോളെ ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം, പാസ്റ്റർ ആകണമെന്ന് എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതുപോട്ടെ, ഇങ്ങനെ പ്രൈസ് ലോർഡ് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കും ഈ പിള്ളേരുടെ ഹൃദയത്തിൽ. ഇപ്പം ഡോക്ടറാകണം എന്ന് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ആ ആഗ്രഹം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കുഞ്ഞിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ബേസ്ഡ് ഓൺ വാട്ട് ഹീ വാണ്ടഡ് ടു ബി ഇൻ ദ ഫ്യൂച്ചർ, അല്ലേ? ഇപ്പം അതിനു വേണ്ടിയാ പിന്നെ പഠിക്കുന്നത്, അതിനു വേണ്ടിയാ ആ ഏരിയയിലാണ് പഠിക്കുന്നത്. ഇപ്പം അങ്ങനെയാണെന്ന് ഒരിക്കൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഹെവൻലി മൈൻഡ് സെറ്റ് നാം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് എനിക്കറിയാം. അപ്പോസ്തലനായ പൗലോസ് കൃത്യമായി പറയുന്നു, എൻ്റെ ജീവനായ ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പം ഞാനും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. ദാറ്റ് ഈസ് മൈ ഫ്യൂച്ചർ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഫ്യൂച്ചർ അതാണെന്ന് വരികിൽ ഇപ്പം തന്നെ ഞാൻ എന്ത് ചെയ്യണം? അതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനം 3-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നമ്മുടെ പൗരത്വം എവിടെയാ? സ്വർഗത്തിലാകുന്നു. ഫിലിപ്പിയ ലേഖനം, ഫിലിപ്പീൻസ് ചാപ്റ്റർ 3 വേഴ്സ് 20 and 21. മതി, നോക്കിക്കേ, 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. പൗലോസ് പറയുന്നു, എൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് എൻ്റെ പൗരത്വം സ്വർഗത്തിലാണ്, എൻ്റെ സിറ്റിസൺഷിപ്പ്. ഇപ്പം ഇവിടെ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് ഒത്തിരി സംസാരം നടന്നുകൊണ്ടിരിക്കുക. ജനിച്ച സിറ്റിസനാണോ, വന്ന സിറ്റിസനാണോ, പോയ സിറ്റിസനാണോ, ഇതൊന്നുമല്ല ഇവിടുത്തെ ഇഷ്യൂ. പൗലോസ് പറയുന്നു, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഇവിടെയുള്ളതും എൻ്റെ ടെൻറ്റേറ്റീവ് പീരീഡാണ്. ഞാൻ ഇന്ത്യയിൽ ജനിച്ചു, ഇന്ത്യൻ പൗരനായിരുന്നു. ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പം അമേരിക്കൻ പൗരനായി. ഇതെല്ലാം ഒരു 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 യാത്രക്കിടയ്ക്കുള്ള ഒരു താവളം മാത്രമാണ്. പൗലോസ് പറയുന്നു, ഇന്ത്യയിൽ ഞാൻ കുറേ വർഷം ജീവിച്ചു, അമേരിക്കയിൽ ഞാൻ കുറേ വർഷം ജീവിച്ചു, ഇതെൻ്റെ യാത്രയിലുള്ള ചില സങ്കേതങ്ങൾ മാത്രമാണ്. എൻ്റെ നിത്യമായ പൗരത്വം സ്വർഗത്തിലാണ്. എന്നിട്ട് പൗലോസ് പറയുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത വാക്യം നോക്കിക്കേ, വേഴ്സ് 21. അവിടെ പറയുന്നു, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അവിടെ പൗലോസ് പറയുന്നു, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകയാൽ തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് കർത്താവ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ താഴ്ചയുള്ള വീക്ക്നെസ് ഉള്ള ഈ ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. പൗലോസ് അവിടെ പറയുന്നു, എന്നെ അവൻ രൂപാന്തരപ്പെടുത്തും. പൗലോസ് പറയുന്നു, ഐ ആം ഈഗർലി വെയിറ്റിംഗ് ഫോർ ഹിം. ആ ഈഗർലി എന്ന പദം ഈസ് എ സ്ട്രോങ് ലാംഗ്വേജ്.
അവിടെ പറയുന്നു, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ കർത്താവ് വരും എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്നാൽ അവൻ വരുമ്പം എൻ്റെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തും എന്ന് വരികിൽ, ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുമ്പം എൻ്റെ ശരീരം, എൻ്റെ സ്വഭാവം അവൻ അനുസരിച്ച് ഞാൻ രൂപാന്തരപ്പെടുത്തുവാൻ തയ്യാറാകണം. അല്ലെന്ന് വരികിൽ പറ്റുന്നൊരു കുഴപ്പം എന്നറിയാവോ? അവൻ വരുമ്പം ഞാൻ ലജ്ജിച്ചു പോകും. ഞാൻ എൻ്റെ ക്രിസ്തീയ ജീവിതം ക്രിസ്തു ആഗ്രഹിക്കുന്ന രീതിയിൽ ചെയ്തില്ലെന്ന് വരികിൽ, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. എത്രയോ വർഷമായി പ്രസംഗിക്കുന്ന ദൈവവചനം, എത്രയോ വർഷമായി എത്രയോ ആളുകളോട് ദൈവവചനം ശുശ്രൂഷിച്ചു. അത് കഴിഞ്ഞേച്ച കർത്താവ് വരുമ്പോൾ എൻ്റെ ശരീരം അവൻ്റെ ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെട്ടില്ലെന്ന് വരികിൽ, എന്നെ പോലെ അരിഷ്ടൻ ലോകത്തിൽ വേറെ ആര് കാണും? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. എത്ര വർഷമായി ആരാധനയ്ക്ക് വന്നിരിക്കുന്നു, എന്തെല്ലാം പരിപാടികൾ എനിക്ക് ലോകത്തിൽ വെളിയിൽ ചെയ്യായിരുന്നു. അതെല്ലാം വിട്ടേച്ച് ഞാൻ ഇവിടെ കടന്നു വന്നിരുന്നേച്ച് അവൻ വെളിപ്പെടുമ്പം എനിക്കൊരു രൂപാന്തരം വന്നില്ലെന്ന് വരികിൽ. അതുകൊണ്ട് അപ്പോസ്തലനായ യോഹന്നാൻ നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. 1 John chapter 3 verse 2 and 3. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായകൊണ്ട് നമ്മെയും അറിയുന്നില്ല. അടുത്ത വാക്യം, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നത് ആകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ, ഇനിയുള്ള വാക്യം വളരെ ശ്രദ്ധിച്ചു നാം വായിക്കണം. അവൻ പ്രത്യക്ഷനാകുമ്പം നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നത് കൊണ്ട് അവനോട് സദൃശന്മാരാകും. അവിടെ യോഹന്നാൻ പറയുന്നു, അവൻ പെട്ടെന്ന് പ്രത്യക്ഷനാകും. ഇനിയും എത്രയും പെട്ടെന്ന് ഇത് സംഭവിക്കും. അങ്ങനെ അവൻ പ്രത്യക്ഷനാകുമ്പം നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നത് കൊണ്ട് അവനോട് സദൃശന്മാരാക്കും. വി ഓൾ വിൽ ബി ലൈക്ക് ജീസസ്. അടുത്ത വാക്യം നോക്കിക്കേ. അവനിൽ ഈ പ്രത്യാശയുള്ളവനല്ല. അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, the second coming of Christ and our future glory make us purify our thoughts, our conversation and our daily works. It transforms us. നമ്മെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു ശക്തി എന്നറിയാമോ? എൻ്റെ കർത്താവ് വരും എന്നുള്ള ചിന്തയാണ്. കർത്താവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച്, എൻ്റെ യേശു ക്രിസ്തു വരുന്നു എന്നുള്ള ആ ചിന്ത നമ്മുടെ ജീവിതത്തിലേക്ക് അടുത്ത് വരുമ്പോൾ, ഇനി എത്രയും പെട്ടെന്ന് വരുവാനുള്ളവൻ വരും. ഞാൻ പിന്നെയും പിന്നെയും വിളിച്ചു പറയുന്നു, ലോക സംഭവങ്ങളെല്ലാം വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. എൻ്റെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു എന്ന് വരികിൽ, അവൻ എത്രയും പെട്ടെന്ന് വരും എന്ന് വരികിൽ, അവനിൽ ഈ പ്രത്യാശയുള്ളവനല്ല, നാം എടുക്കപ്പെടും എന്ന് ഉറപ്പുണ്ട് എന്ന് വരികിൽ, ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ താൻ നിർമ്മലീകരിക്കണം. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ നിർത്തട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം 42-ാമത്തെ വാക്യത്തിൽ അവിടെ ഇപ്രകാരം പറയുന്നു, the Lord answered, who then is the faithful and wise manager whom the master puts in charge of servants to give them their food allowance to the proper time. അവിടെ പറയുന്നു, തക്ക സമയത്ത് ആഹാരവിധം കൊടുക്കേണ്ടതിന് യജമാനൻ വേലക്കാരുടെ മേലാക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗ്രഹവിചാരകൻ. രണ്ട് പദം അവിടെ യൂസ് ചെയ്യുന്നത്, വിശ്വസ്തൻ, ബുദ്ധിമാൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, അവൻ മടങ്ങി വരുമ്പം, യജമാനൻ മടങ്ങി വരുമ്പം വിശ്വസ്തനായി നിൽക്കുന്ന, ബുദ്ധിമാനായി നിൽക്കുന്ന ഒരു ഗ്രഹവിചാരകനെയാ അവൻ നോക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. എ ഹെവൻലി മൈൻഡ് സെറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ
എ ഫോക്കസ് ഓൺ അവർ ഫ്യൂച്ചർ ഇൻ ക്രൈസ്റ്റ്. എൻ്റെ ഭാവി ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. എൻ്റെ ഭാവി ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാവിലെ നമുക്കൊരു കാര്യം പറയാം. When we all get to heaven, we will see him face to face. നാം അവനെ മുഖാമുഖമായി കാണും. നാം അവനെ മുഖാമുഖമായി കാണുമ്പോൾ എൻ്റെ ശരീരത്തിന് വ്യത്യാസം സംഭവിക്കും. എനിക്ക് രൂപാന്തരം സംഭവിക്കും. അന്ന് എനിക്ക് രൂപാന്തരം സംഭവിക്കും എന്ന് വരികിൽ ഇന്ന് എനിക്ക് രൂപാന്തരം സംഭവിച്ചിരിക്കണം. ഇന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ചിന്തകൾക്ക് രൂപാന്തരം സംഭവിച്ചിരിക്കണം. എൻ്റെ പ്രവൃത്തികൾക്ക് രൂപാന്തരം സംഭവിച്ചിരിക്കണം. God is looking for a transformed group of people. God is not looking for someone who come and spend some time in the presence of God and go back. God is looking for a group of people who are completely transformed to the image of Jesus Christ. If that is you, would you all rise? ഇന്ന് രാവിലെ നമുക്ക് ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. As we go into the worship service, often we invite the children to come to the altar. But that invitation is open to everyone. ഈ ഓൾട്ടറിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു വരുന്നു. കുഞ്ഞുങ്ങൾ മാത്രമല്ല. I request everyone who wanted to come to the altar, would you all please come? Would you all please come? ഇന്ന് പകൽക്കാലം as we come and as we surrender and as we worship together, the Spirit of the Lord is going to move in our midst. ഇന്ന് പകൽക്കാലം നാം ഒരുമിച്ച് ആരാധിക്കുമ്പോൾ as we worship with the worship team, let us worship God together. Let us come to the altar and the presence of God is here in this altar. So come to the altar, please.